നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഇളനീർ ചിക്കനാണ് കേട്ടോ. ഇളനീരൊക്കെ ഒന്ന് കുത്തിപ്പൊട്ടിച്ചിട്ട വെള്ളം എടുക്കണം. ചൂഴ്ന്ന് ഇങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. ഈ ഒരു കാമ്പ് ഇതിന്റെ അങ്ങനെ നല്ല ഫ്രഷ് ഇളനീർ വെള്ളം കേട്ടോ. ചൂടായ വെളിച്ചെണ്ണയ്ക്ക് സുഗന്ധ വ്യഞ്ജനങ്ങളായ ഏലക്കായ, പട്ട, ഗ്രാമ്പു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ചെറിയ കുഞ്ഞുള്ളില്ലേ അരിഞ്ഞതാണ് ചേർത്തത്. പച്ചമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക് പൊടിയാണ്, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണൊക്കെ മാറിയപ്പോൾ തക്കാളി ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് പൊതിനയിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കണേ. ചിക്കൻ കഷ്ണങ്ങളായിട്ട് പെറുക്കിട്ട് കൊടുക്കാട്ടോ. ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള ആ ഇളനീര് വെള്ളത്തിന്റെ കുറച്ച് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കാട്ടോ. ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കണേ. ഇളനീരൊക്കെ നല്ലോണം പൂണ്ടെടുത്ത് വെച്ചിട്ട് നമ്മള് ഇത് നമുക്ക് ആവശ്യമുണ്ട് അതാണെന്നോട്ടെ. ഇതിലേക്ക് നമ്മളിതാ അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച ഇളനീര് വെള്ളല്ലേ അത് കൂട്ടിയിട്ട് വേണ്ടിട്ട് അരയ്ക്കാൻ. നല്ലോണം വന്ന് സെറ്റ് ആയേക്കാണ് നമ്മൾ അരച്ച് വെച്ച ഈ ഒരു പേസ്റ്റ് ചേർക്കണം. ചെറുതായിട്ടൊന്നും ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങോട്ട് ആക്കി കൊടുക്കട്ടോ. മല്ലിയിൽ ഇങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇളനീരാണ്. അപ്പൊ അതിങ്ങനെ കുറച്ച് കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു ഭംഗിക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇങ്ങനെ വിതറി കൊടുക്കുക. ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു ഇളനീർ ചിക്കനും പൊറോട്ടയും.